ആലുവയിൽ 12 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമെന്ന് പോലീസ്. പെൺകുട്ടിയെയും പ്രതിയെയും രാവിലെ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് പൂനെയിൽ നിന്നാണ് പോലീസ് സംഘം ഇരുവരെയും കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആലുവ കരുമാലൂരിൽ നിന്നും 12 വയസ്സുകാരിയെ കാണാതായത്. കൊല്ലം ക്ലാപ്പന വരവള സ്വദേശി അഭിജിത്താണ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. ആലുവയിൽ നിന്നും പെൺകുട്ടിയെ അന്വേഷിച്ചു പോയ പോലീസ് സംഘം ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇരുവരെയും പൂനെയിൽ നിന്നും കണ്ടെത്തിയത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനാണ് യുവാവിനെതിരെ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പോക്സോ കേസും ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയായ അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. 2023 കൊല്ലം ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലഹരി കേസിൽ പ്രതിയാണ് ഇയാൾ. നേരത്തെ ചെറായിയിൽ ഐസ്ക്രീം വിൽപ്പന നടത്തിയിരുന്നപ്പോഴാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങാനെന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും പോയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയ പോലീസ് സംഘം കാസർഗോഡ്, മംഗലാപുരം, ഗോവ, മുംബൈ എന്നിവിടങ്ങളിലേക്കെത്തി. നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിനിൽ പ്രതി പെൺകുട്ടിയുമായി ദില്ലിയിലേക്ക് പോവുകയായിരുന്നു. ട്രെയിൻ പൂനെയിലെത്തിയപ്പോൾ പോലീസ് സംഘം ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. അഭിജിത്തിനെ സഹായിച്ച ദില്ലിയിലെ സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്യും. ഇയാളാണ് പ്രതിയോട് പെൺകുട്ടിയുമായി ദില്ലിയിലേക്ക് എത്താൻ പറഞ്ഞത്. പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷം പോലീസ് കൂടുതൽ വിശദമായി വിവരങ്ങൾ തേടും. പെൺകുട്ടിക്കെതിരെ ഇയാൾ മറ്റ് കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കും. കൈരളി ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ ടി ജി മോഹൻദാസിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ AAF നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. AYF സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോനും ജില്ലാ നേതാക്കളും ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് മട്ടാഞ്ചേരി പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം ടി ജി മോഹൻദാസിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തിയ DYFI നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവഹേളിക്കുകയും സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത ടി ജി മോഹൻദാസിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസാണ് പ്രതിഷേധം നടത്തുന്നവർക്ക് ഉടനടി കേസെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കൂട്ടിയിരിപ്പുകാരിയിൽ നിന്നും ലഹരി വസ്തു പിടികൂടി. കാസർഗോഡ് സ്വദേശി അശ്വതിയിൽ നിന്നും 56.59 ഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത്. ജയിലിൽ കഴിയുന്ന ഭർത്താവിന് നൽകാനായി സൂക്ഷിച്ചതാണെന്നാണ് അശ്വതി മൊഴി നൽകിയത്.